തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സഹപാഠിയുടെ പിതാവ് 8ാം ക്ലാസ്സുകാരനെ മർദ്ദിച്ചു. ക്ലാസ്സിൽ സംസാരിച്ചപ്പോൾ മകന്റെ പേര് ബോർഡിൽ എഴുതിയതിനാണ് മർദ്ദനം. വിനയരാജ് വിവരങ്ങൾ നൽകുന്നു. നെയ്യാറ്റിൻകരയിൽ സഹപാഠിയുടെ പിതാവ് 8ാം ക്ലാസ്സുകാരനെ മർദ്ദിച്ചിരിക്കുന്നു. ഇതിന് കാരണമായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നത് മകന്റെ പേര് ബോർഡിൽ എഴുതിയതിനാണ്. അതായത് എന്താണ് ബോർഡിൽ പേര് എഴുതിയാൽ എന്താണ് കുഴപ്പമെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് സംശയമുണ്ടാവും. ഒരുപക്ഷെ ക്ലാസ്സിൽ വർത്തമാനം പറയുന്നവരുടെ പേര് എഴുതി വെക്കാൻ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ടീച്ചർമാർ, അധ്യാപകർ പുറത്തേക്ക് പോകാറുണ്ട്. അപ്പോൾ ക്ലാസ് ലീഡറെ പോലെയുള്ള ഒരു വിദ്യാർത്ഥി സാധാരണഗതിയിൽ ക്ലാസ്സിൽ ആരെങ്കിലും വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർത്തമാനം പറയുന്നവരുടെ പേര് ബോർഡിൽ എഴുതി വെക്കുന്ന പതിവ് പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതുണ്ടോ എന്നറിയില്ല. ഇനി ശത്രുതയുള്ള ചില വിദ്യാർത്ഥികളുടെ പേര് ചില കുബുദ്ധികളായിട്ടുള്ള വിദ്യാർത്ഥികൾ അങ്ങനെ എഴുതി വെച്ചതിൻ്റെ ചരിത്രവുമുണ്ട്. ഇവിടെ ആ രീതിയിൽ അതെ, ക്ലാസ്സിൽ സംസാരിച്ചപ്പോൾ തന്നെയാണ് മകന്റെ പേര് ബോർഡിൽ എഴുതിയത്. അതിന്റെ പേരിലാണ് മർദ്ദനം. വിനയരാജ് വിവരങ്ങൾ പങ്കുവെക്കുന്നു. വിനയ. എന്തായാലും നെയ്യാറ്റിൻകര കാഞ്ഞിരം കുളത്താണ് സ്കൂൾ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റിട്ടുണ്ടായിരുന്നത്. PKHSSലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള ലിജിനാണ് മർദ്ദനമേറ്റത്. ലിജിൻ ഈ 8ാം ക്ലാസ്സിലെ ക്ലാസ് ലീഡറാണ്. ഈ ടീച്ചർ ക്ലാസ്സിലില്ലാത്ത സമയത്ത് വിദ്യാർത്ഥികളുടെ ഈ സംസാരിക്കുന്ന വിദ്യാർത്ഥികളുടെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ പേര് ബോർഡിൽ എഴുതിയപ്പോഴാണ് ഈ സഹപാഠിയുടെ അച്ഛൻ മകന്റെ പേര് ബോർഡിൽ എഴുതി എന്ന കാരണത്താൽ വന്ന് മർദ്ദിച്ചിട്ടുണ്ടായിരുന്നത്. ആ മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കം തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനത്തിനായിരുന്നു ഈ വിദ്യാർത്ഥി ഇരയായിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഈ പരിക്കേറ്റ ഈ വിദ്യാർത്ഥിയെ മർദ്ദനത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയെ നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അവിടെ നിന്നും പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കാഞ്ഞിരംകുളം പോലീസ് ഈ പിതാവിനെതിരെ കേസെടുത്തിട്ടുണ്ട്. FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രധാനമായും പോലീസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ വിദ്യാർത്ഥിയുടെ ഈ മകന്റെ പേര് ബോർഡിൽ എഴുതിയ കാരണം കൊണ്ടാണ് ഇത്തരത്തിലൊരു മർദ്ദനം നടത്തിയത് അല്ലെങ്കിൽ മർദ്ദിച്ചതെന്നാണ് പോലീസ് പറയുന്നതനുസരിച്ച്. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സ്കൂളിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും ഒരു പ്രതികരണം വന്നിട്ടില്ല എന്നതും ഏറ്റവും പ്രത്യേക അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സംസ്ഥാനത്തെ ക്ലാസ് മുറികൾ രക്ഷിതാക്കളുടെ പ്രതികാരം തീർക്കാനുള്ള ഇടങ്ങളായിട്ട് മാറാൻ പോവുകയാണോ, മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ള വലിയ സംശയം ഉണ്ടാക്കിക്കൊണ്ടാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സഹപാഠിയുടെ പിതാവ് 8ാം ക്ലാസ്സുകാരനെ മർദ്ദിച്ചുവെന്നുള്ള വാർത്ത വന്നിരിക്കുന്നത്. ക്ലാസ്സിൽ വർത്തമാനം പറയുന്നവരുടെയും മറ്റും പേര് എഴുതി വെക്കാൻ നിയോഗിച്ച വ്യക്തി തൻ്റെ മകൻ്റെ പേര് ബോർഡിൽ എഴുതി എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ആ പേരെഴുതിയ വിദ്യാർത്ഥിയായ 8ാം ക്ലാസ്സുകാരനെ സഹപാഠിയുടെ പിതാവ് ഇപ്പോൾ മർദ്ദിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഈ പേരെഴുതപ്പെട്ട കുട്ടി വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ വർത്തമാനം പറഞ്ഞില്ല, എന്നോട് ദേഷ്യമുള്ളത് കൊണ്ടാണ് ആ കുട്ടി അങ്ങനെ പേരെഴുതി വെച്ചത് എന്നുള്ള നിലയ്ക്ക് ഒരു പക്ഷേ പറയുകയും അത് കേട്ടയുടൻ രക്തം തിളച്ച് രക്ഷിതാക്കൾ, പ്രത്യേകിച്ചും ഈ പറയുന്ന സഹപാഠിയുടെ പിതാവ് ഈ കുട്ടിയെ മർദ്ദിക്കുകയും ചെയ്യുന്ന അവസ്ഥ വന്നാൽ ഇനി കേരളത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എന്താണ് എന്ന് വെച്ചാൽ, ഇപ്പോഴും മിക്കവാറും ദിവസങ്ങളിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ചായക്കടയിൽ ഉപ്പുമാവിന് ഉപ്പ് കുറഞ്ഞു എന്നതിൻ്റെ പേരിൽ അടി, പഴംപൊരിയിൽ പഴത്തിൻ്റെ അളവ് കുറഞ്ഞതിൻ്റെ പേരിൽ അടി, തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വലിയ കൂട്ടയടികളും ഗുണ്ടാ ആക്രമണങ്ങളും നടക്കുന്നു. അത് ക്ലാസ് മുറികളിലേക്ക് കൂടി വ്യാപിക്കുന്ന രീതിയിൽ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ അധ്യാപകരെക്കാൾ ഉപരി രക്ഷിതാക്കൾ ഇടപെട്ട് അതൊരു പ്രതികാരത്തിൻ്റെ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മാറിയാൽ വലിയ രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയും വിദ്യാർത്ഥികളുടെ മാനസിക സംസ്കാരവും വലിയ രീതിയിലുള്ള അപകടങ്ങളിലേക്ക് പോകും. കാരണം എല്ലാ ക്ലാസ്സുകളിലും ഏത് ക്ലാസ്സിലും കുട്ടികൾ എന്ന് പറയുന്നത് വലിയ ഊർജത്തിൻ്റെ പ്രവാഹകരാണ്. അവരുടെ ഊർജം ഏതെങ്കിലും രീതിയിൽ കളയുന്നതിന് വേണ്ടി അവർ ഓടിക്കളിക്കും, ചാടിക്കളിക്കും, സ്പോർട്സിൽ പങ്കെടുക്കും, കബഡി കളിക്കും. അത് കഴിയാതെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഉന്തും തള്ളുമൊക്കെ ഉണ്ടാവും എന്നുള്ളത് കുട്ടിത്തത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ എന്നെ ഉന്തി എന്നതിൻ്റെ പേരിൽ ഒരു വിദ്യാർത്ഥി വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ ഉന്തി എന്ന് പറയുന്ന ആ കുട്ടിയുടെ വീട്ടിൽ ചെന്ന് അടിക്കുകയോ മറ്റോ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ രക്തം തിളയ്ക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് ഈ വാർത്തയെ ഇപ്പോൾ കാണേണ്ടത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സഹപാഠിയുടെ പിതാവ് 8ാം ക്ലാസ്സുകാരനെ മർദ്ദിച്ചു. ക്ലാസ്സിൽ സംസാരിച്ചപ്പോൾ മകന്റെ പേര് ബോർഡിൽ എഴുതിയതിനാണ് മർദ്ദനം എന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് വിനയരാജ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.